തേങ്ങയും സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സാമ്പാർ കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഈസി സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പലർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ ആയിരിക്കും, പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഞാനിവിടെ തുവരം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും. മാത്രമല്ല ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുതിർത്ത് വെച്ചാൽ മാറിക്കിട്ടും. അപ്പോൾ പരിപ്പ് ഒരു കുക്കറിലേക്ക് മാറ്റി 2-3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വേവുള്ള പരിപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള കുറച്ച് പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റും അതുപോലെ ചേനയും കുറച്ച് അമരപ്പയറും മുരിങ്ങക്കായിട്ടും എടുത്തിരിക്കുന്നത്. വീട്ടിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത്രയും പച്ചക്കറിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കഷ്ണങ്ങളും കൂടി ചേർക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള പരിപ്പ് വേഗം വേവുന്ന പരിപ്പൊക്കെ ആണെങ്കിൽ കഷ്ണവും പരിപ്പും കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ല, പരിപ്പ് കുറച്ച് വേവുള്ള പരിപ്പാണ് എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ടാണ് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചത്. ഇതിനി ഒറ്റ വിസിലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും, ഉടഞ്ഞു പോവില്ല. ഒറ്റ ഒരു വിസിൽ വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതിനി വേവിച്ചെടുക്കാം. നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പുളി ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പൊടികൾക്കായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നല്ല സാധാരണ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടി എടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി എടുക്കാം. ഇത് ഇത്രയാണ് സാമ്പാറിന് വേണ്ട പൊടികൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ പൊടികളും കൂടി ചേർത്ത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. പൊടികൾ അത്യാവശ്യം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കട്ട പിടിക്കാതെ ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ കണ്ടില്ല, ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി ഒന്ന് തന്നെ മതി. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ, അപ്പോൾ വീഡിയോ റെക്കോർഡായിട്ടില്ല. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നീട് തീ കുറച്ച് വെച്ച് ഒരു 3-4 മിനിറ്റും കൂടി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. ആ പുളിയുടെ ഒരു പച്ച ചവയ്ക്കൊന്ന് മാറുന്നത് വരെ തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. ഇനി നമുക്ക് കടുകും കൂടി താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് അതേ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കടുകും, ഒരു സവാള കട്ട് ചെയ്ത് ചേർക്കുക, കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം കേട്ടോ. വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമാണിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സാമ്പാർ. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്